ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് Realme 11 Pro Plus എന്ന ഡിവൈസിൻ്റെ അൺബോക്സിങ്ങും ഒരു ഷോർട്ട് റിവ്യൂ ആണ്. സോ നേരെ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്കൊരു സിലിക്കൺ കേസാണ് ബോക്സിൽ കാണാനായിട്ട് പറ്റുന്നത്. കുറച്ച് ഡോക്യുമെൻറ്റേഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് പോകുന്ന സമയത്ത് ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ, അതായത് Realme 11 Pro Plus എന്ന് പറയുന്ന ഡിവൈസ്. സോ ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് നമുക്ക് കാണാം. അതിന് മുന്നേ ആയിട്ട് ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ബോക്സിൽ ആദ്യം തന്നെ നമുക്കൊരു ചാർജർ കാണാനായിട്ട് പറ്റും. ഇതൊരു 100 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. പിന്നെ നമുക്കൊരു ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിളും കാണാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ഡിവൈസിലേക്ക് പോകുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ Realme 11 Pro Plus എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ബാക്കിലായിട്ട് നമുക്കൊരു ലെതർ ഫിനിഷ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നല്ല കിള്ളൻ ടെക്സ്ചറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് എൻ്റെ ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമും കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് ബാക്കിൽ നമ്മുടെ ഒരു മിഡിലായിട്ട് നമുക്കൊരു കിള്ളൻ ഡിസൈൻ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് നൂലൊക്കെ വെച്ചിട്ടുള്ള ഒരു കിള്ളൻ ഡിസൈനാണ്. മുകളിലായിട്ട് Realme ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാമറ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ Xiaomi 13 Ultra കാണുന്ന പോലെ തന്നെ ഒരു സർക്കുലർ ക്യാമറ ഡിസൈനാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നും എനിക്കൊരു ക്യാമറ ഡിസൈനിൽ തോന്നിയിട്ടില്ല. ഇനി നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 6.7 ഇഞ്ചസിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 1 ബില്യൺ കളേഴ്സും HD 10+ സപ്പോർട്ടബിൾ ആണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, 915 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് MediaTekൻ്റെ Dimensity 750 എന്ന് പറയുന്ന ഒരു 6 നാനോമീറ്റർ പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. മറ്റുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen പ്രോസസ്സറിനെ പോലെ വലിയൊരു പ്രോസസ്സറൊന്നും അല്ല, ഒരു 6 നാനോമീറ്റർ, അതായത് 6 nm വർക്കാവുന്ന ഒരു പ്രോസസ്സറാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോസസ്സറിൻ്റെ എന്താ പറയുക, ആൻറ്റിവിറ്റി സ്കോർസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 5,70,000 സംതിങ് മാത്രമേ വരുന്നുള്ളൂ, അതിൽ കൂടുന്നില്ല. ബിക്കോസ് ഇതൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ഒന്നുമില്ല, ഇതൊരു ക്യാമറ ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോണാണ്. സോ അതിനനുസരിച്ചാണ് വരുന്നത്. ആൻഡ്രോയിഡ് 13 ബേസ്ഡ് ഓൺ നമ്മുടെ Realme UI 4.0 ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാർജിങ്ങും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞത് തന്നെ ഒരു 100 വാട്ട്സിൻ്റെ ചാർജർ ബോക്സിൽ ഇൻക്ലൂഡഡ് ആണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 5000 mAh ആണ് വരുന്നത്. നല്ല കിടലൊരു ബാറ്ററി കപ്പാസിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്രോസറിൻ്റെ കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്ക് Mali G60 ആണ് ഇതിൻ്റെ GPUം കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യമായി ഇതിൻ്റെ ക്യാമറ നമുക്ക് നോക്കാം. ഇവിടെ ഒരു 200 മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറയാണ്, OIS സപ്പോർട്ടുള്ള ക്യാമറയാണ്. പിന്നെ 2 പ്രഹസനെ യൂസ് ചെയ്തിട്ടുണ്ട്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ യൂസ് ചെയ്തിട്ടുണ്ട്. സോ 200 മെഗാ പിക്സൽ എന്ന് പറയുന്നെങ്കിലും ഇവിടെ നമുക്ക് കറൻറ്റ്ലി ഇപ്പോൾ 4K 30 FPS മാത്രമേ വീഡിയോ എടുക്കാൻ സാധിക്കുകയുള്ളൂ. 60 FPS പറ്റുന്നില്ല. പിന്നെ 1080p നോക്കുകയാണെങ്കിൽ അവിടെ 480 FPS വരെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇത്രയും വലിയ 200 MB കൊടുത്തിട്ടും Realme ഇത് ജസ്റ്റ് ഒരു പേരിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അല്ലാതെ നമുക്ക് ഇത് വെച്ച് 60 FPS 4K 60 FPS വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 32 മെഗാ പിക്സലാണ്. ആ ഒരു ക്യാമറയെ പോലെ നമുക്ക് 4K കിട്ടുന്നില്ല. കറൻറ്റ്ലി ആ ഒരു ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടും നമുക്ക് 1080p 30 FPS മാത്രമേ കിട്ടുന്നുള്ളൂ. ബാക്ക് ക്യാമറ വെച്ചെടുത്ത ഫോട്ടോസൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. വീഡിയോഗ്രാഫിയുടെ ഒരു സ്മാർട്ട് ഫോൺ അല്ല, ഇതൊരു ഫോട്ടോഗ്രാഫീസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ഫോട്ടോസിനൊക്കെ നല്ല ക്വാളിറ്റിയാണ്. പ്രത്യേകിച്ച് ഒരു ഇതുമില്ല. കളർ സാച്ചുറേഷനും കാര്യങ്ങളും എല്ലാം നോർമൽ തന്നെയാണ്. ഓവറായിട്ട് സാച്ചുറേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഒന്നും അല്ല. പിന്നെ നൈറ്റ് ഫോട്ടോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നൈറ്റ് ഫോട്ടോസിനും വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. നമുക്ക് നോർമലായിട്ടൊരു ഫോണിൽ എങ്ങനെ എടുക്കുമോ അതേപോലെ തന്നെയാണ് നൈറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ഡേ ലൈറ്റിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഡേ ടൈമിൽ എടുക്കുന്ന നല്ല ഫോട്ടോസ് തന്നെയാണ്. അതിൽ നല്ല കിട്ടുന്ന ഫോട്ടോസ് കിട്ടുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ G Drive ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ, അതായത് ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ഇതൊരു ക്യാമറ ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോണാണ് ആയതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ കൂടെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൂമിങ്ങും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്യാപ്പബിലിറ്റി ഉള്ള സൂമിംഗ് ആണ്. കളറിൻ്റെ കാര്യങ്ങൾക്ക് ഒരു വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ AI കുറച്ച് വർക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഫോട്ടോസ് കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. സോ ദാറ്റ് വാസ് ഓൾസോ ഗുഡ്. പിന്നെ സൂമിങ്ങിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ എന്താ പറയുക, നോർമലായിട്ടുള്ള സൂമിങ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. നമ്മുടെ S23 Ultra പോലെ നമുക്ക് 200 MB ക്യാമറ ഉണ്ടെന്നും പറഞ്ഞ് നല്ല രീതിയിലുള്ള സൂമും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. സോ ഇവിടെ നമുക്ക് 4K 60 FPS പോലും എടുക്കാൻ പറ്റാത്ത ഈ ഒരു ഫോണിൻ്റെ അകത്താണ് ഇത്രയുള്ള സൂമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സൂമും കാര്യങ്ങളൊന്നും ഈ ഒരു ഫോണിൻ്റെ അകത്ത് നമുക്ക് പറ്റില്ല. പിന്നെ പ്രത്യേകം ഇവിടെ ക്യാമറ മോഡൊക്കെ ഉണ്ട്. നമുക്ക് MM മാറ്റാനും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ള, പിന്നെ കുറച്ച് ഫിൽറ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് Realme ഒരു കളർ വോയിസിൽ കിട്ടുന്ന പോലെ തന്നെ ചവറായിട്ടുള്ള ഒരുപാടധികം ഫിൽറ്റേഴ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അത് വെച്ചെടുക്കുന്ന ഫോട്ടോസും നല്ല ചവറായിട്ട് തന്നെ ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ Realme ഫോണിലുണ്ട്. മേ ബി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇത് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം 200 MB ക്യാമറ വെച്ച് ചന്ദ്രനെ ഒന്നും സൂം ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഫോൺ വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് എടുക്കുന്ന ഫോട്ടോസും വലിയ രീതിയിൽ കുഴപ്പമില്ലാത്ത ഫോട്ടോസാണ് വരുന്നത്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കണ്ട. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ കൂടി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണാം.